ഹലോ എവരിവൺ, ഇപ്പോൾ ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട്. നമുക്കിനി ലിത്വാനിയയ്ക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് പോകാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൽഡ് ജോലികളും അതുപോലെ തന്നെ അൺസ്കിൽഡ് ജോലികളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അൺസ്കിൽഡ് ജോബുകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും വേണ്ട. IELTS, TOEFL, OET, PT ഇതുപോലത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണ്ട. ഒരുപാട് എംപ്ലോയേഴ്സ് ഇതിന് പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് നേരിട്ട് എംപ്ലോയേഴ്സ് വഴി ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് കേട്ടോ അത് പ്രോസസ്സ് നടക്കുന്നത്. അതായത് നമ്മളുടെ ലിത്വാനിയയിലുള്ള ഫാം വർക്കിലാണ് കേട്ടോ ജോലികൾ വരുന്നത്. ഫാം ആൻഡ് പ്രൊഡക്ഷൻ വർക്ക്സിലാണ് വരുന്നത്. സോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നുമല്ല. സ്കിൽഡിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അൺസ്കിൽഡിന് പറ്റുന്ന ഒരുപാട് ജോബുകളുണ്ട്. ഒക്കെ നമുക്ക് പരിചിതമായ പല ജോബുകളും നമുക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ലിത്വാനിയയ്ക്ക് ഒരു ജോലിക്കായി പോകാനായിട്ട് നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി വിങ്ങിൻ്റെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് നല്ലൊരു ഓപ്ഷനാണ്. ഇതിന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് 180+ കൺട്രീസിൽ നമുക്ക് പോകാൻ പറ്റും. എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരം എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവണം എന്ന് തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഈ ഒരു ചാനൽ യാതൊരു ഇമിഗ്രേഷൻ ലോയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഏജൻസിൻ്റെ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലികൾ എങ്ങനെയാണ് അബ്രോഡിൽ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറ്. തീർച്ചയായിട്ടും ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ഡൗട്ട്സ് ചോദിക്കണവർക്കായിട്ടാണെങ്കിലും ഫ്രീ ആയിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. അപ്പോൾ നമ്മൾ ലിത്വാനിയയ്ക്ക് ഒരു ജോലിക്കായിട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഡയറി ഫാം ആൻഡ് പ്രൊഡക്ഷൻസ് ജോബ്സിനാട്ടോ വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു ലിത്വാനിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രകൃതി ഭംഗി കൊണ്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫോറസ്റ്റ്, ലാൻഡ്സ്കേപ്സ്, പിന്നെ ലൈക്സ്, ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു നാടാണ്. ഈ ഒരു കാര്യത്തിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള നാടാണ്. അതുപോലെ തന്നെ ലിത്വാനിയനാണ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് കേട്ടോ. ഒരുപാട് ഓൾഡ് ലാംഗ്വേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബെലാറസ്, ലാറ്റ്വിയ, റഷ്യ, പോളണ്ട്, ഇതൊക്കെയാണ് ഇതിന് ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം കേട്ടോ. ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ഞാൻ എന്തായാലും ഒരുപാട് ലാഗ് അടുപ്പിക്കണില്ല. ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം കേട്ടോ ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു സേഫ്റ്റി വിങ്ങിൻ്റെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് എങ്ങനെയെന്നുള്ളത് നോക്കി നോക്കാം. ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കയറുമ്പോൾ ഇങ്ങനെ ഒരു മെനുവിക്കാവും പോവുക. അപ്പോൾ നമുക്കിവിടെ ഗോ ടു നോമഡ് ഇൻഷുറൻസ്, നമ്മൾ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ പോവുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ഇൻഷുറൻസ് ഫോർ നോബഡ് 56.28, അതായത് 4 വീക്സിന് കേട്ടോ. അവിടെ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ പർച്ചേസ് നോബഡ് ഇൻഷുറൻസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എല്ലാം ഫില്ലപ്പ് ചെയ്യുക. സൈൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. സിറ്റിസൺഷിപ്പും ഹോം കൺട്രിയും കൊടുക്കുക. ഓക്കെ, 2 ഇന്ത്യ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. മെയിലിംഗ് അഡ്രസ്സ് നമുക്കിവിടെ മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാനുവലായിട്ട് എൻ്റർ ചെയ്യാനും പറ്റും കേട്ടോ. സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ സ്റ്റാർട്ട് ഡേറ്റ് നമുക്ക് കൊടുക്കുക. നമ്മളിപ്പോൾ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡേറ്റ് നമുക്ക് മാനുവലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആഡ് ഓൺസ് ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ സെക്സ് മെയിൽ കൊടുക്കുക, ബെനിഫിഷ്യറി കൊടുക്കുക, ഫുൾ നെയിം കൊടുക്കുക. നമുക്കിവിടെ ആഡ് കൺട്രി എന്നുള്ളിടത്ത് നമുക്ക് കൺട്രി ചൂസ് ചെയ്യാൻ പറ്റും. ഫിൻലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫിൻലാൻഡ് അടിച്ച് കൊടുക്കുക. നമ്മളിവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആരെങ്കിലും വേറെ ആരെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പറിൻ്റെ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഐ ആം ആൾസോ സോളോ എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഓക്കെ, മാക്സിമം ലിമിറ്റ് to $50 പറയുന്നുണ്ട്. കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണുള്ളതും ആഡ്സ് ഓൺ നമുക്ക് ചെയ്യാം. ഡെസ്റ്റിനേഷൻ വേറെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബെനിഫിഷ്യറി, ഇതാണ് നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നത്. ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് കളക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ വളരെ പെട്ടെന്ന് ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇതിന് സബ്സ്ക്രിപ്ഷൻ നേടാനുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതുവഴി കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുണ്ടാവും. അതായത് ഡയറി ഫാം ആൻഡ് പ്രൊഡക്ഷൻ ജോബ് എക്സ്പോ ലിത്വാനിയ 2025. ഇതിൻ്റെ ഇൻ്റർഫേസ് തന്നെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. അബൌട്ട് ദിസ് ഇവൻറ്റ്, എന്താണ് നമുക്ക് അവിടുത്തെ ജോബ് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറി ഇൻഡസ്ട്രിയിലാണ് വർക്ക്, അതായത് ഡയറി ഫാംസ്, പ്രൊഡക്ഷൻ ലൈൻസ്, ക്വാളിറ്റി കൺട്രോൾ ഓർ സ്പെഷ്യലൈസ്ഡ് പൊസിഷൻ ലൈക്ക് ചീസ് മേക്കേഴ്സ് ആൻഡ് മെഷീൻ ഓപ്പറേറ്റർ, അങ്ങനെ ഒരുപാട് ജോബുകൾ. ഓക്കെ, അവിടെയുള്ള പ്രൊഡക്ഷൻ ഹൗസിക്കും
ഫാമിക്കാണ് വർക്കുകൾ വന്നിട്ടുള്ളത്. 20ഓളം പൊസിഷൻസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സ്കിൽഡ് 10 അതുപോലെ തന്നെ അൺസ്കിൽഡ് 10 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സോ അൺസ്കിൽഡിനാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട്. ഡയറി ഫാം വർക്കർ, അതുപോലെ തന്നെ പാക്കേജിങ് വർക്കർ, പിന്നെ മിൽക്ക് കളക്ഷൻ അസിസ്റ്റൻറ്റ്, മിൽക്ക് കളക്ട് ചെയ്യുക, ക്ലീനിങ് വർക്കർ, വെയർ ഹൗസ് വർക്കർ, ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ഡെലിവറി ഡ്രൈവർ, ജനറൽ ലേബർ, ഓർഡർ പിക്കർ, പാക്കർ, സപ്ലൈ ചെയിൻ അസിസ്റ്റൻറ്റ്. അതുപോലെ തന്നെ സ്കിൽഡ് പൊസിഷൻസിലാണെന്നുണ്ടെങ്കിലും പ്രൊഡക്ഷൻ ലൈൻ ഓപ്പറേറ്റർ, മെഷീൻ ഓപ്പറേറ്റർ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നും അല്ല കേട്ടോ കാണിക്കുന്നത്. നല്ല സിമ്പിളായിട്ട്, എന്നാൽ നമുക്കെല്ലാം അറിയുന്ന ജോബുകൾ തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ നാട്ടിൽ കേട്ട് പരിചയമുള്ള ജോബുകൾ തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം നമുക്ക് നോക്കി നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവഴി അപ്ലൈ ചെയ്യേണ്ടത് അത് നോക്കി നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് കമ്പനിയുടെ ഏജൻറ്റുമാരായിട്ട് നമുക്ക് നേരിട്ടിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഹയറിംഗ് മാനേജേഴ്സ് ആയിട്ടാണ് നമ്മൾ ചാറ്റ് ചെയ്യുക, നമ്മൾ വീഡിയോ കോൺഫറൻസ് ചെയ്യുക. സോ നമുക്കൊരു ജോബ് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഏജൻസിയോ അങ്ങനെയുള്ളതൊന്നുമില്ല. സോ നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ല ജോബുകൾ നമുക്ക് കിട്ടും. സോ അങ്ങനെ ചെയ്യാൻ നല്ലൊരു CV, അതുപോലെ തന്നെ നല്ലൊരു യൂറോപാസ് കവർ ലെറ്റർ ഉണ്ടാക്കി വയ്ക്കുക. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ആ വീഡിയോസൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ നമ്മുടെ ഡേറ്റ് വരുന്നത് 2025 ജനുവരി 8 കേട്ടോ. സോ നമുക്ക് സമയമുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്തിടാൻ പറ്റും. അടുത്ത വർഷത്തേക്കാണ് ജോബുകൾ വരുന്നത്. അതായത് ലോക്കൽ ടൈം 9 AM to 4 PM, ഇത് അവിടുത്തെ ടൈമിംഗ് ആണ് കേട്ടോ. അതിൻ്റെ അനുസരിച്ചുള്ള ടൈമിംഗ് എപ്പോഴാണ് നമ്മൾ നോക്കുക. ലൊക്കേഷൻ ലിത്വാനിയ. 15 എംപ്ലോയേഴ്സ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിന്, ഈ ഒരു ഇവൻറ്റ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓപ്പൺ ആണ് കേട്ടോ. ജോബ് സീക്കേഴ്സ് രജിസ്ട്രേഷൻ ഈസ് ഓപ്പൺ, എംപ്ലോയർ രജിസ്ട്രേഷൻ ഈസ് ഓപ്പൺ. ഓക്കെ, പിന്നെ രജിസ്ട്രേഷൻ റെസ്ട്രിക്ഷൻസ് പറയുന്നത് നമുക്കൊരു ഇപ്പോൾ നമ്മളവിടെ ഡ്രൈവിംഗ് വേക്കൻസി ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈവേഴ്സിൻ്റെ. നമുക്കിവിടെ കാണാൻ പറ്റും LTV. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് LTV ലൈസൻസ് ഈസ് മസ്റ്റ് ഫോർ ദ ഡ്രൈവർ പൊസിഷൻസ്. ഇപ്പോൾ ഡ്രൈവർ പൊസിഷൻസിക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈവേഴ്സ് ലൈസൻസ് നമുക്ക് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളിവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. സോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇവൻറ്റ് രജിസ്ട്രേഷൻ ഫോം വരും കേട്ടോ. സോ നമ്മളിവിടെ നെയിം എന്നുള്ളിടത്ത് നമ്മളുടെ നെയിം അടിച്ചു കൊടുക്കുക. ദെൻ അതിനുശേഷം ലാസ്റ്റ് നെയിം നമ്മൾ അടിച്ചു കൊടുക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ദെൻ അതൊന്ന് കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. അതേ ഇമെയിൽ തന്നെ അടിക്കുക. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവൻറ്റ്. ഈ ഒരു ഇവൻറ്റ് നമ്മൾ എങ്ങനെയാണ് അറിയപ്പെട്ടത്? സോഷ്യൽ മീഡിയ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ഡയറി ഫാം പ്രൊഡക്ഷൻ ജോബ് എക്സ്പോ ലിത്വാനിയ 2025, അത് ടിക്ക് ചെയ്യുക. ദെൻ നമ്മളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ്, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളുടെ സിറ്റിസൺഷിപ്പ് ഇന്ത്യ കൊടുക്കുക. നമ്മൾ ഒരുപാട് ജോബുകൾ ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി ഒരുപാട് റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത് കേട്ടോ. ഒരുപാടെണ്ണം നടക്കുന്നുണ്ട്. അതാണ് ഞാൻ വീണ്ടും നമ്മൾ ഇന്നത്തെ ഓഫേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ഫില്ലപ്പ് ചെയ്യാനും വളരെ എളുപ്പമാണ്. പിന്നെ ലാംഗ്വേജ് സ്കിൽസ്, ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ്, ഇംഗ്ലീഷ് എന്തായാലും വേണം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക കേട്ടോ, ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമുക്കിപ്പോൾ അൺസ്കിൽഡ് ജോബ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ്, നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു ലാംഗ്വേജ് അറിഞ്ഞാൽ മതി, അത്രത്തോളം ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. അല്ലാതെ ഷേക്സ്പിയറിൻ്റെ പോലെ അത്രയും വൊക്കാബ്സ് അറിയണമെന്നൊന്നുമില്ല. ഓക്കെ, നമ്മളുടെ ഏജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എഡ്യൂക്കേഷണൽ ലെവൽ എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് കൊടുക്കുക, ഉണ്ടെങ്കിൽ കൊടുക്കുകയാണ് നല്ലത്. ഓക്കെ, സ്കിൽസിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഏത് ജോബിനാണോ നോക്കുന്നത് അതിനനുസരിച്ചുള്ള ജോബ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പാക്കേജിങ് വർക്കർ, ഡയറി ഫാം വർക്കർ, മിൽക്ക് കളക്ഷൻ അസിസ്റ്റൻറ്റ്, ക്ലീനിങ് വർക്കർ, വെയർ ഹൗസ് വർക്കർ, അങ്ങനെ ഒരുപാട് ജോബുകളുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഡയറി ഫാം വർക്കറിൻ്റെ ജോലിയാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കിൽസ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുത്താലും മതി, അങ്ങനെയും ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ ഓൺലൈൻ പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ ലിങ്ക്ഡൈൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ പറയുന്നുണ്ട് ആർ യു ലീഗലി അലൗഡ് ടു വർക്ക് ഇൻ യൂറോപ്പ്. നോ കൊടുക്കുക, നമുക്ക് ലീഗലായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നുണ്ട് ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ്. യെസ്, നമുക്കൊരു വർക്ക് പെർമിറ്റ് വേണം. ഡു യു റിക്വയർ എ വിസ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ്. ഓഫ് കോഴ്സ് നമുക്കൊരു വിസ സ്പോൺസർഷിപ്പും നമുക്ക് വേണം. ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ. ഇതിനു മുമ്പ് നിങ്ങൾ യൂറോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അവൈലബിലിറ്റി, എത്ര ടൈംസ് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും? എനി ടൈം, അല്ലെങ്കിൽ നമുക്ക് 3 മാസം വേണം അതിന് ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ 6 മാസം വേണം, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക.
ഓക്കെ, ഓക്യുപ്പേഷൻ. ഓക്കെ, പേര് മാറാതെ നമ്മൾ നേരത്തെ ഏത് ജോബാണോ പറഞ്ഞത് ആ ജോബിൻ്റെ പേര് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് ആ പേര് തന്നെ അടിച്ചു കൊടുക്കുക, മാറരുത്. നമ്മൾ നേരത്തെ ഈ ഡയറീൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡയറി ഫാം വർക്കറിൻ്റെ, അത് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈസ് യുവർ യൂറോപ്പ CV റെഡി? യെസ് കൊടുക്കുക. യൂറോപ്പ CV ഉണ്ടാക്കണം, നമ്മുടെ ചാനലിലുണ്ട്, അത് നോക്കുക. ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ്? ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഹൗ വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവൻറ്റ്? ഈ ഇവൻറ്റിന് നമ്മൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? ഓൺലൈന് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ? നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, സോ ഓൺലൈന് കൊടുക്കുക. പിന്നെ പ്രൈവസി ആൻഡ് പോളിസി ഉണ്ട് കേട്ടോ, ജസ്റ്റ് നമ്മളതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മെയിലും കൂടി വരും കേട്ടോ. അതായത് നമുക്കിവിടെ വായിച്ചു നോക്കാൻ പറ്റും. ഹായ് ശ്യാം, കൺഗ്രാജുലേഷൻസ് യുവർ രജിസ്ട്രേഷൻ ഫോർ ഡയറി ഫാം ആൻഡ് പ്രൊഡക്ഷൻ ജോബ് എക്സ്പോ ലിത്വാനിയ 2025 ഹയറിംഗ് ഇവൻറ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. സോ നമുക്ക് ഇനി ഒരു മെയിൽ കൂടി വരും. നമ്മളുടെ ഈ ഒരു പ്രൊഫൈല് ഇനി അവർ നോക്കും. സോ നമ്മൾ ആ ജോബിന് ആപ്റ്റ് ആവുകയാണെങ്കിൽ, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ കൂടി വരും. ആ മെയിലിലായിരിക്കും കേട്ടോ എന്നാണ് ഇതിന് ജോയിൻ ചെയ്യേണ്ടത്, എപ്പോഴായിരിക്കും ഇവിടെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു മെയിലുണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ ആ ഒരു മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ജോബിനെ ഓക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു മെയിൽ വരുന്നതായിരിക്കും. സോ നമുക്ക് ഇനി പിന്നെ ആ ഒരു ജോബ് കിട്ടുന്നതായിരിക്കും. സോ ഇത് നല്ലൊരു അവസരം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലിത്വാനിക്ക് വന്ന ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് എല്ലാവരും യൂസ് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യുക. നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ചെയ്ത് വെക്കുക, നല്ലൊരു കാര്യം തന്നെയാണ്. സോ ഇങ്ങനെ ലിത്വാനിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. അത് നല്ലൊരു അവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആവശ്യമുള്ള ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, നിങ്ങളത് നോക്കുക. എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.